മഹിളാ കോൺഗ്രസിൽ ജബി മേത്തറുടെ ഏകാധിപത്യമാണെന്നുള്ള പരാതിയാണ് വരുന്നത്. കോടിക്കണക്കിന് രൂപ പിരിക്കാൻ, ഏതാണ്ട് 1.5 കോടി രൂപയോളം പിരിക്കാനായിട്ട് മഹിളാ കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റികൾക്ക് നിർദ്ദേശം നൽകിയെന്നും വലിയ തുകയാണ് ഓരോ മണ്ഡലം കമ്മിറ്റി നൽകേണ്ടതെന്നും ഒക്കെയുള്ള വാർത്തയാണ് വരുന്നത്. ഈ പറയുന്ന കോൺഗ്രസിൻ്റെ മഹിളാ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന പിളരാൻ പോവുകയാണോ? തീർച്ചയായിട്ടും ഈ ജബി മേത്തർ അധികാരമേറ്റ ഉടൻ തന്നെ അന്നു മുതൽ തന്നെ തുടങ്ങിയതാണ് ഈ വിവാദങ്ങൾ. അത് ഒരു ശരിയായ നിയമനമായിരുന്നില്ല എന്ന തരത്തിലൊക്കെ അന്ന് വാർത്തകൾ പ്രചരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കുറേയേറെ മഹിളാ പ്രവർത്തകർ അവിടെ പ്രചരണത്തിനായി ചെന്നപ്പോൾ അവർ രാത്രി ഹോട്ടൽ റൂമിൽ നിന്നൊക്കെ ഇറക്കി വിട്ടു. ഇവിടെ നിങ്ങൾക്ക് ആരാണ് റൂം എടുത്ത് തന്നതെന്ന് പറഞ്ഞ് ജബി മേത്തർ അവിടെ നിന്ന് ഇറക്കി വിട്ടു എന്നാണ് പറയുന്നത്. നമുക്ക് ആദ്യം അവരുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. രാത്രി 12 മണിക്ക് 60 വയസ്സായ സീനത്തുണ്ടല്ലോ നമ്മളെ പാർട്ടി പരിപാടിക്ക് ആ 12 മണിക്ക് വന്നിട്ട് ഷൗട്ട് ചെയ്തെന്ന് പള്ളും പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാം, നിങ്ങൾക്ക് ഇവിടെ ഒരു അധികാരവും. മണ്ഡലങ്ങൾ തോറും 10,000 രൂപ വെച്ച്, ഒരു മണ്ഡലത്തിൽ നിന്ന് 10,000. അപ്പൊ ഇത്രയും 14 ജില്ലയിൽ നിന്ന്. അപ്പോൾ പ്രതികരണം പ്രിയൻ കേട്ടല്ലോ. അതായത് ഇത്തരത്തിൽ ഭയങ്കരമായ ഒരു ഏകാധിപത്യമാണ് ജബി മേത്തറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. അപ്പോൾ ജബി മേത്തറിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഈ AICCയിലടക്കം അവർക്ക് നല്ല സ്വാധീനമുണ്ട് പല നേതാക്കളുമായി. അതുകൊണ്ടാണ് അവർ ഈ ഏകാധിപത്യ പ്രവണത നടത്തുന്നത്. ഇപ്പോൾ ജബി മേത്തർ മഹിളാ സാഹസ് യാത്ര എന്ന് പറഞ്ഞൊരു യാത്ര നടത്തുന്നുണ്ട്. നമ്മളാരും അറിഞ്ഞിട്ട് പോലും ഇല്ല. പക്ഷേ ഇത് ജനുവരി 4 മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ സെപ്റ്റംബർ 30 പാറശാല സമാപിക്കും. 1474 മണ്ഡലങ്ങളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ഒരു മണ്ഡലത്തിൽ നിന്നും 10,000 രൂപ നിർബന്ധിത പിരിവ് അവർ വാങ്ങുന്നുണ്ട്. അപ്പോൾ ജില്ലാ പ്രസിഡന്റുമാർ 5,000 വീതം നൽകണമെന്നാണ് പറയുന്നത്. യാത്രയിൽ മുഴുവൻ സമയം പങ്കെടുക്കാൻ സംസ്ഥാന ഭാരവാഹികൾക്ക് ഭീഷണിയൊക്കെ ഉണ്ട്. അതായത് സംസ്ഥാന ഭാരവാഹികൾ മുഴുവൻ സമയം ഇവരുടെ യാത്രയ്ക്കൊപ്പം നടക്കണമെന്നുള്ള ഭീഷണി പോലും ഉണ്ട്. പണം കൊടുക്കുന്നത് കുറഞ്ഞു പോയാൽ വലിയ വഴക്കാണ്. പാലോട് രവിയൊന്നും ഈ സംഭവം പോലും അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം പാലോട് രവി ഇത്രയും പിരിവ് നടക്കുന്നു എന്നൊക്കെ അറിഞ്ഞപ്പോഴാണ് ഇത്രയും ഗൗരവമുണ്ടെന്ന് മനസ്സിലാകുന്നത്. പിന്നെ തൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത സംസ്ഥാന ഭാരവാഹികളെ സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്ന് ഭീഷണി. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അതായത് ഇവർക്ക് ആരോ വലിയൊരു സ്വാധീനം മേൽത്തട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നത്. ആ യുവതികളുടെയൊക്കെ വാക്കുകൾ കേട്ടാൽ തന്നെ നമുക്ക് അറിയാൻ കഴിയും എന്തുമാത്രം അവർ വിഷമിക്കുന്നുണ്ടെന്ന്. സംസ്ഥാന ഭാരവാഹികൾക്ക് എല്ലാം തന്നെ കടുത്ത അതൃപ്തിയാണ് ഇവരുടെ ഈ യാത്രയുമായി ബന്ധപ്പെട്ട്. അതുമാത്രമല്ല, ഇവരുടെ യാത്രയ്ക്കൊന്നും യാതൊരു പ്രസക്തിയും ഈ മാധ്യമങ്ങൾ പോലും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളാരും ഈ യാത്ര അറിഞ്ഞിട്ടില്ല. ജയ്ഹിന്ദ് ചാനലിലോ വീക്ഷണം പത്രത്തിലോ ഉണ്ടോ എന്ന് അറിയില്ല. നമ്മളിപ്പോൾ അത് കൂടുതലായി കാണാത്തതുകൊണ്ട് അറിയാൻ കഴിയുന്നില്ല. ഏതായാലും പിരിവ് പല DCC പ്രസിഡന്റുമാരും അറിഞ്ഞിട്ടില്ല. ഭാരവാഹികളെ അടിമകളായി കാണുകയാണ്. ഈ ജനുവരി 4 ഇത് മഞ്ചേശ്വരത്ത് നിന്നും ആരംഭിച്ചത്. സെപ്റ്റംബർ 30 പാറശാല സമാപിക്കും. ഓരോ മണ്ഡലങ്ങളിലൂടെയും കടന്നു പോകുന്നതാണ് ഇവർ പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ വലിയ പിരിവ്, പണപ്പിരിവ് നടക്കുന്നു. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് ജില്ലാ ഭാരവാഹികൾ പലരും കടുത്ത പ്രതിഷേധത്തിലാണ്. നേരത്തെ ഉത്സാഹം എന്ന പേരിൽ നടത്തിയ പരിപാടിക്കും വൻ പണപ്പിരിവാണ് നടത്തിയത്. അപ്പോൾ യാത്രയിൽ പങ്കെടുക്കുന്ന സംസ്ഥാന ഭാരവാഹികളൊക്കെ കടുത്ത അതൃപ്തിയോടുകൂടിയാണ് ഈ യാത്രയിൽ പങ്കെടുക്കുന്നത്. ഈ KC വേണുഗോപാലിൻ്റെ പിന്തുണയാണ് ജബി മേത്തർക്ക് ലഭിക്കുന്നതെന്നുള്ളൊരു പരാതിയും ഇവർ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ AICCക്ക് പരാതി നൽകാനായിട്ട് ഒരു വിഭാഗം പ്രവർത്തകർ തീരുമാനിച്ചിട്ടുണ്ട്. ഭാരവാഹികളെ എപ്പോഴും ആയിട്ടാണ് ഇവർ കാണുന്നത്. ഭയങ്കരമായി ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ സ്ത്രീകളടക്കം, കുറച്ച് പ്രായമുള്ള സ്ത്രീകളടക്കമാണ് ഈ ഇവിടെ നമ്മുടെ നിലമ്പൂരിൽ അവിടെ പ്രചരണത്തിനായി പോയത്. അവിടെ ചെന്നപ്പോൾ തന്നെ റൂമില്ല എന്നൊക്കെ പറഞ്ഞ് അവർ വളരെ കഷ്ടപ്പെട്ടാണ് സംഘടിപ്പിച്ച് റൂമിൽ കിടന്ന സമയത്താണ് രാത്രി 12:30 വരെ ജബി മേത്തർ വന്ന് നിങ്ങളെ ആരും ഇതിനകത്ത് കിടത്തിയെന്നും പറഞ്ഞ് ഇറക്കി വിട്ടതെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള ഇവരുടെ ഒരു ഗുണ്ടായുസം തന്നെയാണ് മഹിളാ കോൺഗ്രസിൽ നടക്കുന്നതെന്നാണ് പറയുന്നത്. പ്രിയൻ, എന്താണ് പറയാനുള്ളത്? അതായത് കോൺഗ്രസിൻ്റെ ഒരു ശൈലി നമുക്കറിയാമല്ലോ. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനമോ ഇല്ലെങ്കിൽ ആരെങ്കിലും അധിക്ഷേപിക്കലോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കോൺഗ്രസിനകത്ത് വളരെ ചുരുക്കമാണ്. ഇപ്പോൾ ശാസനകളൊക്കെ കോൺഗ്രസിനകത്ത് ഉണ്ടാകുന്നതൊക്കെ വളരെ കുറവാണ്. കോൺഗ്രസിനകത്തുള്ള പ്രവണത എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന അടിയിൽ കൂടെയുള്ള പാര, ഈ പറയുന്ന പോലെയുള്ള ചെറിയ ചെറിയ തർക്കങ്ങൾ, അതൊക്കെയുള്ളൂ. അല്ലാതെ ഇത്ര പരസ്യമായിട്ടൊരു നേതാവിനെതിരെയൊന്നും ഈ അടുത്ത കാലത്ത് കോൺഗ്രസിനകത്ത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. സാധാരണഗതിയിൽ CPM-നകത്താണ് ശാസനയൊക്കെ കൂടുതൽ, പിടിച്ച് വരട്ടുക, ഭീഷണിപ്പെടുത്തുക, ഏരിയ സെക്രട്ടറി വിളിച്ച് ബ്രാഞ്ച് സെക്രട്ടറി ചീത്ത വിളിക്കുക. അങ്ങനെ അതിന് കാരണം അതിൻ്റെ കേഡർ സൈനിക സ്വഭാവങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് അത്തരത്തിലൊക്കെ പെരുമാറുന്നതെങ്കിലും ഇപ്പോൾ CPM-നകത്ത് അതൊന്നും വിലപ്പോവില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈ പറയുന്ന നേതാക്കളുടെ ഒരു ധാർഷ്ട്യമൊക്കെ താഴെത്തട്ടിലേക്ക് കാണിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു.
പക്ഷേ ഇപ്പോൾ അങ്ങനെ വില പോവില്ല. കാരണം പാർട്ടിയൊന്നും ഇല്ലെങ്കിലും ആൾക്കാർ സ്വതന്ത്രമായിട്ട് ജീവിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ആൾക്കാർ അവരവൻ്റെ കാര്യം നോക്കി മുന്നോട്ട് പോകും. അപ്പോൾ ഇവിടെ കോൺഗ്രസ്സിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ്സിൽ ഇനിയിപ്പോൾ അധികാരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്, ഞങ്ങൾ അധികാരത്തിൽ ഭരണത്തിലേക്ക് വരും എന്നൊക്കെയുള്ള ഒരു ലക്ഷണം കണ്ടു തുടങ്ങുമ്പോൾ ഈ പറയുന്ന ഞാഞ്ഞൂളും തലപൊക്കുമല്ലോ. അതെ, ആ ഒരു രീതിയിലാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ പോകുന്നത്. പല നേതാക്കളുടെയും ഇത്തരത്തിലുള്ള ഗുണ്ടായിസ പ്രവണതകൾക്കെതിരെ കോൺഗ്രസിനകത്ത്, അതായത് ഈ ഇലക്ഷനൊക്കെ അടുക്കുമ്പോഴത്തേക്കും മുകൾ തട്ടിയിൽ നിന്ന് ശാസനകൾ താഴേക്ക് വരിക. അപ്പോൾ പലർക്കും ഇതിനകത്ത് അസ്വസ്ഥതയുണ്ട്. ഇതിപ്പോൾ ഈ മഹിളാ കോൺഗ്രസിൽ മാത്രമല്ല, യൂത്ത് കോൺഗ്രസിൽ ഇടയ്ക്ക് ചില ഉൾക്കളികളും ഉള്ളിൽ ചെറിയ പൊട്ടിത്തെറികളും ഒക്കെ ഉണ്ടായി. അധികം വെളിയിലേക്കൊന്നും വന്നില്ല. യൂത്ത് കോൺഗ്രസിനകത്ത് വലിയ തോതിലാണ് ഈ പല നേതാക്കളുടെ സമീപനത്തോട് വിയോജിപ്പുള്ളത്. ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനോട് പോലും വലിയ തോതിൽ കലഹിച്ച് നിൽക്കുന്ന നേതാക്കൾ യൂത്ത് കോൺഗ്രസിനകത്തുണ്ട്. അത് നമ്മൾ വിചാരിക്കും, എന്നാൽ ഇത് കോൺഗ്രസിനകത്ത് ഈ പറയുന്ന രണ്ട് സംഘടനകളിലാണോ? അല്ല, അത് INTUCക്കകത്തും KSUവിനകത്തും വരെ ഈ പറയുന്ന പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് വലിയ തോതിൽ. ഇപ്പോൾ പ്രധാനപ്പെട്ട 2 ജില്ലാ കമ്മിറ്റികൾ KSUവിനകത്ത് വലിയ തോതിൽ അതിൻ്റെ അകത്ത് വലിയ വിഘടന പ്രവർത്തനം നടക്കുന്നു, തമ്മിൽ വലിയ ശത്രുത ഇരിക്കുന്നു എന്നുള്ളത് ACC അല്ല KPCCക്ക് തന്നെ അറിയാമെന്നുള്ള കാര്യമാണ്. സണ്ണി ജോസഫ് ആ കാര്യത്തിലേക്ക് ഇടപെടാൻ പോകുന്നു എന്നാണ് ഏറ്റവും അവസാനം വരുന്നവർ. അതായത് നിർണായകമായ 2 ജില്ലകളിലെ വിദ്യാർത്ഥി നേതാക്കൾക്ക് ഇടയിൽ വലിയ പ്രശ്നമുണ്ടാകുന്നു, അവർ KSU വിടും എന്നൊക്കെയുള്ള ഒരു രീതിയിലേക്കൊക്കെ കാര്യങ്ങളൊക്കെ പോകുന്നു. പക്ഷേ ഈ മേഖലകളിലൊക്കെ തന്നെ KSUവിന് നിർണായക സ്വാധീനമുള്ള സ്ഥലങ്ങളാണ് എന്നും കൂടെ മനസ്സിലാക്കണം. അതുപോലെ തന്നെ INTUCക്കകത്ത് പല സംഘടനകളും, അതായത് ഇവർക്ക് INTUCക്കകത്ത് തന്നെ മറ്റ് ചില സംഘടനകൾ, ഈ ഉപസംഘടനകളൊക്കെ ഉണ്ട്. ഈ സംഘടനകളുടെ നേതാക്കൾ തമ്മിലുള്ള ബദ്ധവൈരം അത് കാലങ്ങളായിട്ടുണ്ട്. ആ വൈരം ഇപ്പോൾ കൂടുതൽ വരുന്നു. അത് INTUCന്റെ നേതൃത്വത്തിനകത്ത് പോലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായിട്ട്, അതെ, വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ INTUCക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിപ്പോൾ ഒരു പ്രവണത തുടങ്ങിയിട്ട് ഇതിൻ്റെ ഈ പറയുന്ന തർക്കങ്ങളും ഉൾക്കളികളും തമ്മിലടിയും മൂർച്ഛിച്ചിട്ട് ഏതാണ്ട് 4 മാസമേ ആകുന്നുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇനി വരാൻ പോകുന്ന നിർണായക തെരഞ്ഞെടുപ്പുകൾ, നിലമ്പൂർ കഴിയുന്നു, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു, അത് കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ്. അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് അധികാരത്തിലേക്ക് കിട്ടിയാൽ എനിക്കെന്തെങ്കിലും സ്ഥാനം വേണ്ടേ എന്നുള്ള ചിന്തയാണ് ഓരോ നേതാക്കളെയും താൻ മേൽക്കോയ്മയ്ക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ ഭിന്നതയുണ്ടാവുകയും അടിയിലെത്തിക്ക് എത്തുകയും ചെയ്യുന്നത്. ഇത് അണികളിലുള്ള വിശ്വാസം നശിപ്പിക്കും. ഇത് കോൺഗ്രസിനകത്തുള്ളവർ ശ്രദ്ധിക്കണം. ജബി മേത്തറിന്റെ ഒരു കാര്യമല്ല, ഇത് നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരന്തരമായി എല്ലാ സംഘടനകളിലും സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്തെ അവരുടെ ഒരു ഭീഷണിയും മറ്റുള്ളവരോടുള്ള സമീപനവും പെരുമാറ്റവും ഒക്കെ തന്നെ വലിയ രീതിയിൽ ഈ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ കടുത്ത അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ KC വേണുഗോപാലോ മറ്റാരൊക്കെയോ അവർക്ക് പിന്നിലുണ്ട് എന്നുള്ള ഒരു ധാർഷ്ട്യമാണ് അവരെ ഇത്തരത്തിൽ നയിക്കുന്നതെന്നാണ് ഈ പ്രവർത്തകർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം AICC അടക്കം പരാതി നൽകാൻ പോവുകയാണ്. അടൂർ പ്രകാശൊക്കെ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. ഉടൻ തന്നെ നിങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും KC വേണുഗോപാൽ വിചാരിച്ചാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാവുകയുള്ളൂ. അതുമാത്രമല്ല, ഇവരെ ഈ ഒരു പോസ്റ്റിലേക്ക് കൊണ്ടുവന്ന അന്ന് മുതൽ തന്നെ ഇവർ അർഹതപ്പെട്ടതല്ല, ലഭിച്ചതിനെ പറ്റി പോലും പല രീതിയിലുള്ള വിവാദങ്ങളും പ്രശ്നങ്ങളും വഴക്കും ഈ പറയുന്ന സംഘടനയ്ക്കകത്ത് ഉള്ള ഉൾച്ചേരികളും ഒക്കെ ചേരിപ്പോരുകളും ഒക്കെ തന്നെ നടന്നു കഴിഞ്ഞു. അങ്ങനെ അതും തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതിൻ്റെ കൂടെ. അതെ, തീർച്ചയായിട്ടും. ഈ പോസ്റ്റ് കിട്ടിയ അന്ന് മുതൽ തന്നെ ഇത്തരത്തിലുള്ള പല ഇതും വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഏതായാലും ജബി മേത്തർക്ക് ഒരു താക്കീത് വരുമോ, അതോ ഇവർക്കെതിരെ പ്രവർത്തിച്ച പ്രവർത്തകരാണോ പുറത്താകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.